ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ചിക്കൻ കപ്സ റെഡിയാക്കിയെങ്കിലാ. അതിന് ഞാൻ ദേ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളി അരച്ചതും ഒരു സവാള അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പട്ട, ഏലക്ക, കറിയാമ്പൂ, വലിയ ജീരകം ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ട് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അരി എടുക്കണ പാത്രത്തിൽ 2 പാത്രം വെള്ളം എടുക്കണം. അപ്പോൾ നമ്മൾ ഈ മസാല വേവിച്ച് വെച്ച മസാലേൻ്റെ ഇതും കൂടി എടുത്തിട്ട് വേണം കേട്ടോ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്, ആ അളവ് നോക്കിയിട്ട്. എന്നിട്ട് അത് തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ ഡ്രൈ ലെമണും 2 പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അരിയൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ആവി കയറ്റിയെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം. മയോണൈസ് ഉണ്ടാക്കിയ ആ മിക്സിയുടെ ജാറിൽ തന്നെ മല്ലിയില ചട്നി ഉണ്ടാക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ തൈരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ടിയുള്ള തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കണം, പുളി കുറവുള്ളത്. പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കണം മയോണൈസ് ഉണ്ടല്ലോ അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അങ്ങനെ മല്ലിയില ചട്നി അരച്ചെടുത്തിട്ട് അതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഞെക്കിയാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചിക്കൻ കപ്സ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ചമ്മന്തിയും മയോണൈസും പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.